ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി നാടൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതാ നല്ല സൂപ്പർ ഓമക്കായ ഇട്ടിട്ടുണ്ട്. കുത്തി തള്ളിയിട്ടുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് പാടുകളുണ്ടെങ്കിലും അടിപൊളി ഓമക്കായ ഉണ്ട് കേട്ടോ. അധികവും വളവോ ഒന്നും ഇടാതെ മിക്ക വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ് ഓമക്കായ അല്ലേ. പക്ഷെ നമ്മൾ അതിന് വലിയ വില കൊടുക്കാറില്ല. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പപ്പായ കഴിക്കുന്നത്. പിന്നെ ചിലർക്കൊന്നും ഇതിന് ടേസ്റ്റും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കറി തയ്യാറാക്കി കൊടുത്തു കേട്ടോ, എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ അതാ ഓമക്കായൊക്കെ തൊലി കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് കഷ്ണമൊക്കെ ഒന്ന് നുറുക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് വലുതുമാക്കണ്ട, ഒരുപാട് ചെറുതുമാക്കണ്ട, നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ടുള്ള ആ ഒരു പാകത്തിന് കേട്ടോ. അപ്പോൾ അതാ എല്ലാം കൂടിയിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാ വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചതക്കണമല്ല, ഇതേപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക ചെയ്യുന്നുള്ളൂ. കാരണം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ വെളുത്തുള്ളി ആണെങ്കിലും ഒന്ന് നീളത്തിലൊന്ന് കീറിക്കൊടുത്താൽ മതി. ഇഞ്ചി ആണെങ്കിലും അതേപോലെ ഒന്ന് കീറിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയ്ക്കും എടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ പച്ചത്തേങ്ങ തന്നെയാണ്. അപ്പോൾ അതൊന്ന് കൊട്ടി കൊടുത്ത് നമ്മുടെ ചിരട്ടയൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ കൊപ്രത്തേങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ഇതിങ്ങനെ നമുക്ക് നേരെ പീസായി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് അതേപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അരയ്ക്കാനാണ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇതേപോലെ നല്ല നൈസായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്ത് പായസത്തിന് അരിയണ പോലെ നൈസാക്കുന്നതുകൊണ്ട് വേണ്ട. ഇതേപോലെ ജസ്റ്റ് ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കുക. ഇനി ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചട്ടിയിലാണിന്ന് അടിപൊളി കറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചട്ടിയൊക്കെ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ പച്ചയ്ക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുകയല്ലേ പതിവ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഈ ഒരു വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പച്ചയ്ക്ക് ഇട്ടിട്ട് കറി വയ്ക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് മൂപ്പിക്കുകയൊന്നും വേണ്ട, ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ അതാ നമ്മുടെ പപ്പായൊക്കെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓട്ടയൊക്കെ ഉള്ള ഒരു സ്പൂൺ കയ്യിലൊക്കെ ആകുമ്പോൾ നമുക്ക് എണ്ണപ്പെടാതെ കോരിയെടുക്കാം. ഇതിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചെയ്താൽ മതി. മറ്റേ നമുക്ക് ഡയറക്റ്റായിട്ട് കോരിയെടുക്കാമെന്ന് മാത്രം. ഇതേപോലെ എണ്ണയിൽ ഒന്നും പെടാതെ നമ്മളൊന്ന് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ തേങ്ങയൊക്കെ വറക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് സിമ്മിലിട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ നല്ല ചെറിയ അടുപ്പിൽ തന്നെ വെക്കുക. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ, ചട്ടിക്ക് നല്ല ചൂട് പിടിച്ചുകൊണ്ട് നമ്മൾ മൂപ്പിക്കുമ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമ്മളൊന്ന് എണ്ണ ഒന്നും പെടാതെ നേരത്തെ ഓമക്കായ കോരി വെച്ച പോലെ തന്നെ നമ്മളൊന്ന് കോരി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോഴും തീ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒന്ന് മയം വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണിൻ്റെ അത്രയും ഇല്ല, ഈ ഒരു സ്പൂണിന് ഒരു സ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പെരിഞ്ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും മൂക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അത് മൂത്തുണ്ടാവും കേട്ടോ. അത് മൂത്ത് വന്നോളും. സിമ്മിൽ തന്നെ ഇടുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതേപോലെ ആകുമ്പോൾ അതൊന്ന് കോരി വയ്ക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മളിനി ചേർക്കാൻ പോകുന്നത് വലിയുള്ളിയാണ്, സവാള. അപ്പോൾ സവാള എണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു നുള്ള എണ്ണ കേട്ടോ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള വലിയൊരു സവാള തന്നെ എടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന്
നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കുക. അപ്പോൾ അതാ സവാള ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സവാള കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയ്ക്ക് കഷ്ണം ഉണ്ടല്ലോ, അപ്പോൾ അതിൽ പിടിക്കാനായിട്ട്. പിന്നെ തേങ്ങയ്ക്ക് നമ്മൾ മുളകൊന്നും ചേർത്ത് കൊടുത്തുന്നില്ല, അപ്പോൾ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ, ലോ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഒരു അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, അതേ അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്നങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതൊരു 1/4 ടീസ്പൂൺ മതിയാവും മഞ്ഞൾപ്പൊടി. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. തീ നല്ല ലോ ഫ്ലെയിമിലെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട ശേഷം നമ്മൾ ഇത് ഒന്ന് കരിയാതെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. പച്ചമണമൊക്കെ മാറുന്നവരെ മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇതിലൊന്ന് പിടിച്ചതിന് ശേഷം നമ്മളൊന്ന് ഒരു നുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് നമ്മളൊന്ന് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മയം വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു നുള്ള് വെള്ളം കുറച്ചുകൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഇടയ്ക്കൊന്ന് വഴറ്റി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അവിടെ മൂത്ത് വരുന്നതിൻ്റെ ഇടയിൽ തേങ്ങാ കൊത്തൊക്കെ നമ്മൾ മൂത്തത് ആറിയിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചായിട്ട് അരച്ചെടുക്കുക, വെള്ളം കുറച്ച് ചേർത്തിട്ട്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ അരച്ച് എടുക്കുമ്പോഴാണ് ശരിയാവുള്ളൂ, പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് വഴന്നെറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഓമക്കായ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി കൊണ്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മസാല അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കഷ്ണത്തിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ മസാല ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൽ കടന്ന് വേവിക്കുകയൊന്നും വേണ്ട. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിതിൽ ഒപ്പം അരപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ അരച്ച് വെച്ചത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരയ്ക്കുക കേട്ടോ, കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരയ്ക്കണം, നന്നായിട്ട് അരയ്ക്കണം. അപ്പോൾ അതാ തീ സിമ്മിൽ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ആ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ അരപ്പും കൂടി ചേർത്തെടുത്ത് ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളം ആവരുത്, കുറച്ച് കട്ടിയിലുള്ള ഒരു കറിയാണ് ഈ ഒരു കറിക്കുള്ള ടേസ്റ്റ് കേട്ടോ. അധികം വെള്ളം ആവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്, എന്നാലും കുറച്ച് കട്ടി വേണം. അപ്പോൾ ഇതുവരെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നുള്ള കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു, അതൊന്ന് ഒരു നുള്ളും കൂടി ഞാനിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലേ കഷ്ണത്തിലൊക്കെ പിടിക്കുകയുള്ളൂ. ആ ചാറിലൊക്കെ ഉപ്പ് പിടിക്കണമെങ്കിൽ ഈ സമയത്ത് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഓമക്കായ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് ആ മസാലക്കറിയുടെ ആ ഒരു മണം കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടുമ്പോൾ അങ്ങനെ തിളച്ച് പോവില്ല, അതായത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആ കറിക്ക് നല്ലൊരു മണമുണ്ട് കേട്ടോ. നമ്മൾ വറുത്തരച്ച ആ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. സൂപ്പർ കറിയാണ്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, സൂപ്പർ ടേസ്റ്റായിട്ട് കറിയൊക്കെ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ചൂടിലാണിത് തിളച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ചട്ടീൻ്റെ ചൂടിലാട്ടോ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മസാലക്കറികൾ വെക്കുമ്പോൾ നമ്മൾ അധികവും പെട്ടെന്ന് വേവിച്ചെടുക്കാണ്ട് ഇതേപോലെ ഒരു 10 മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു നുള്ള് വെളിച്ചെണ്ണ ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു അല്പം വെളിച്ചെണ്ണ, അതൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ഒരു നുള്ള് വെളിച്ചെണ്ണ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിന്.
അപ്പോൾ അതാ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു കറിയായി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഇതിന്. നമുക്കിത് പപ്പായ കൊണ്ട് വെച്ച് കറിയാന്ന് തന്നെ തോന്നില്ല കേട്ടോ. അത്രയ്ക്കൊരു ടേസ്റ്റുമാണ്, അത്രയ്ക്കൊരു മണമാണ്. ശരിക്കും ഈ ചിക്കനൊക്കെ നമ്മൾ വറുത്തരച്ചിട്ട് വെക്കുമല്ലോ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ വീട്ടിൽ ഓമക്കായ ഉണ്ടെങ്കിൽ ഇനി വെറുതെ കളയണ്ട കേട്ടോ. ഇതേപോലെ ഒരു അടിപൊളി കറി തയ്യാറാക്കൂ. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. ചോറിന് പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. സൂപ്പർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.